കാസർഗോഡ് ജില്ലയിലെ മുളിയാർ പഞ്ചായത്തിലെ എൻഡോസൾഫാൻ റീഹാബിലിറ്റേഷൻ വില്ലേജും 10 വർഷക്കാലമായിട്ടും നിർമ്മാണം പൂർത്തിയാക്കാത്ത ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജും പരാജയപ്പെട്ട കേരള വികസന മാതൃകയ്ക്ക് മികച്ച ഉദാഹരണങ്ങളാണെന്ന് NDA സ്ഥാനാർത്ഥി ML അശ്വിനി. ഉദുമ നിയോജക മണ്ഡലത്തിലെ മല്ലത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. 25 ഏക്കർ സ്ഥലത്ത് 45 കോടി ചിലവിൽ എൻഡോസൾഫാൻ റീഹാബിലിറ്റേഷൻ വില്ലേജിന്റെ ആദ്യഘട്ടം പൂർത്തിയായിട്ടും സേവനം ലഭ്യമാക്കാൻ നടപടിയുണ്ടായില്ല. 12 വർഷമായിട്ടും ഉക്കിനെടുക്ക മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. യുവാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലിനോ ജില്ലയിൽ അവസരമില്ല. ചീമേനി വ്യവസായ പാർക്കും ഒരു ചുറ്റുമതിലിൽ ഒതുങ്ങി. ഇടതു വലതു മുന്നണികളുടെ വികസനം കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നുവെന്നും അതേസമയം 10 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മാറ്റം പ്രകടമാണെന്നും ML അശ്വിനി പറഞ്ഞു. മുളിയാർ മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ഗോപാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറിമാരായ ദിലീപ് കുമാർ പള്ളഞ്ചി, ജയകുമാർ മാനടുക്കം, BJP ജില്ലാ കമ്മിറ്റി അംഗം സുകുമാരൻ കാലിക്കടവ്, മുളിയാർ മണ്ഡലം സെക്രട്ടറി അനന്യ, മുളിയാർ മണ്ഡലം കമ്മിറ്റി അംഗം രജനി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്.